ഹലോ കല്യാണി. ആഹാ, പാട്ട് കൊള്ളാലോ. സംസാരിക്കാൻ വരെ നാണക്കാരിയായ കല്യാണിക്ക് ഇത് എന്തു പറ്റി? പാട്ടിലെ പ്രണയമായി നിന്നെയും അയ്യോ, ഇതെങ്ങനെ ഓണായ? വല്ലുകുഞ്ഞിന്റെ പാട്ട് കേട്ടുവാണല്ലോ. നാണക്കേടായി. ഹലോ കല്യാണി. ഹലോ വല്ലുകുഞ്ഞ്. കല്യാണി ആള് കൊള്ളാലോ. പാട്ട് നന്നായിട്ടുണ്ട്. കളിയാക്കണ്ട വല്ലുകുഞ്ഞ്, ഞാൻ അറിയാതെ. വെറുതെ കളി പറയല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പാട്ട് നന്നായിരുന്നു. എനിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പാടിക്കൂടെ? അയ്യോ, എനിക്കൊന്നും വയ്യ. പ്ലീസ് കല്യാണി, എനിക്ക് വേണ്ടിയല്ലേ, ഒരു 2 വരി. വേണ്ട വല്ലുകുഞ്ഞ്, എന്നെ നിർബന്ധിക്കരുത്. ശരി ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അതിന് പകരമായിട്ട് കല്യാണി എനിക്ക് മറ്റൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? അത് കല്യാണി എന്നെ ആനന്ദേട്ടാ എന്നൊന്ന് വിളിക്കണം. ഇപ്പോഴേ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യേ, എന്താ ഈ പറയണേ? എനിക്ക് ജോലിക്ക് പോവാൻ സമയമായി. വല്ലുഞ്ഞ് ഫോൺ വെച്ചേ. അല്ല പിന്നെ കല്യാണി വയ്ക്കല്ലേ. ഹലോ ഹലോ. ആനന്ദേട്ടാ കള. എന്താണ് പാവങ്ങളുടെ സ്നേഹഘോഷല്ലേ? പാട്ട് കേട്ടിട്ട് വല്യുഞ്ഞ് എന്തു പറഞ്ഞു? ഗമങ്ങള് സംഗതികളൊക്കെ കറക്റ്റ് അല്ലേ? ഓഹോ, അപ്പൊ ഇത് നിന്റെ പണിയായിരുന്നല്ലേ? നിന്നെ ഞാൻ നിക്കടാ നിക്കടാ അവിടെ. അയ്യോ, എത്രയോ ജന്മമായി ഹലോ മച്ചു, രാവിലെ നീ എന്തോന്നാ കാണിക്കുന്നേ? ലാപ്പ് നോക്കിയിരിക്കാതെ മീറ്റിങ്ങിന് പോകുന്നില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, എന്താ നിന്റെ പ്രശ്നം? രാത്രി മുഴുവൻ ഫോണിൽ സംസാരം, പിന്നെ വാട്സപ്പിൽ കുത്തിക്കളി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇന്നോട്ട് ബെഡ്റൂമിലല്ല സിറ്റ് ഔട്ടിലാ കിടക്കാൻ പോകുന്നത്. മനുഷ്യന് ഒരു ദിവസം ഉണ്ണാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം, അതാണ് അത്യാവശ്യം. ഞാൻ ഈ ഫ്ലാറ്റ് വിട്ട് വല്ല ഹോട്ടലിൽ റൂം എടുക്കാൻ പോവാ. നീ ഒന്ന് ചിലക്കാതിരിക്കടാ. ഞാനേ ഒരു പാട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. പാട്ടോ? ഏത് പാട്ട്? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ആ പാട്ടില്ലേ, അതാ. ഓ, അപ്പൊ അതാണ് കാര്യം. ഇന്നും വാട്സപ്പ് തന്നെയാണെന്ന് അർത്ഥം. ശരി, നടക്കട്ടെ. ആളെ വിട്, ഞാനേ മീറ്റിങ്ങിന് പോവാ. നിക്കടാ, അതല്ല പ്രശ്നം. ആ പാട്ടിന്ന് കല്യാണി പാടുന്നത് ഞാൻ കേട്ടു. അതിന്റെ ഒരു ഹാങ് ഓവറിലാ ഞാൻ. മുന്നിൽ വന്ന് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും നാണിക്കുന്ന കല്യാണി പാട്ട് പാടിയെന്നോ? എന്റെ കാവലമ്മേ, നീ തന്നെ തുണ. അല്ലട സുബ്രു, അവള് നന്നായിട്ട് പാടി. അപ്പോ അതൊന്ന് അവളെ വെച്ച് വിഷ്വലൈസ് ചെയ്താ എങ്ങനെ ഇരിക്കുമെന്നാ ഞാൻ നോക്കുന്നത്. ഓ ശരി ശരി, എന്നാ നീ ആ പാട്ടും കണ്ട് മനസ്സിൽ സിനിമയെ പിടിച്ചിട്ട് അങ്ങ് വന്നാ മതി. ഞാൻ താഴെ റിസപ്ഷനിൽ കാണും.
നന്ദിനി, ഇതാണ് പറ്റിയ അവസരം. കല്യാണി ബോധപൂർവം നിന്റെ മുഖം പൊള്ളിക്കാൻ ശ്രമിച്ച കാര്യം അഖിലേച്ചിയോട് പറ. ആന്റി, അങ്ങനെ എടുത്തു ചാടി ആക്രമിക്കുന്നതല്ല ഈ നന്ദനയുടെ സ്റ്റൈൽ. പകരം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാ. ലക്ഷ്യസ്ഥാനത്തെത്തില്ലെന്ന് അറിഞ്ഞിട്ടും വെറുതെ ശരവഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തൊടുക്കുമ്പോ ലക്ഷ്യം ഭേദിച്ചിരിക്കണം. ആ, എങ്ങനെ ആക്രമിച്ചാലും കുഴപ്പമില്ല. ആ അടുക്കളക്കാരിയുടെ സർവനാശം കാണണം എനിക്ക്. ആ സഹദേവേട്ടാ, ഓ ഞാനപ്പൊ പുറത്ത് നിൽക്കായിരുന്നു. ശരി. കല്യാണി, അരിഞ്ഞു തീർന്നെങ്കിലേ അതിങ്ങെടുത്തേക്ക്. അരിഞ്ഞു തീർന്നില്ലേ? നീ എന്ത് ചെയ്യാ അവിടെ? നീ നിന്ന് ഉറങ്ങുവാണോ? അതിങ്ങ് തന്നേക്ക് കല്യാണി. ഇപ്പൊ മുറിഞ്ഞു പോയനെ കൈയൊക്കെ. എന്ത് പറ്റി കല്യാണി? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? അത് ചേച്ചി, ഇന്നലെ അനിയൻകുട്ടിന് പനിയായിരുന്നു. അതുകൊണ്ട് ഒരുപോലെ കണ്ണടച്ചില്ല. അതിന്റെയാ. സാരമില്ല. ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് പച്ചക്കറി അരിഞ്ഞാലേ വിരലറ്റു പോവും. നീ ഒരു കാര്യം ചെയ്യേ. ആ സ്റ്റൂൾ എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് മയങ്ങ്. ഒന്ന് മയങ്ങി ഉണരുമ്പോ ക്ഷീണമൊക്കെ മാറും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അനിയൻകുട്ടിന് ഇപ്പൊ കുറവുണ്ടോ? അവൻ സ്കൂളിൽ പോയി. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി കഴിഞ്ഞില്ലേ? ഞാനിപ്പോ വരാം. ആ ഞാൻ അതിന്റെ വർക്ക് തന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ മെയിൽ അയക്കാം. ശരി. നന്ദനെ, നീ ഇവിടെ വന്ന് നിൽക്കാണോ? ആന്റി അതൊന്ന് നോക്കിയേ. അവള് ചാച്ചനത് കണ്ടില്ലേ? രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ആനന്ദിനെയും വിളിച്ചിരുന്ന് കാണും. നന്ദനെ, ഇതാണ് പറ്റിയ സമയം. നീ വാ, ചേച്ചിയോട് എല്ലാം പറയാം. ആന്റി, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ഡീൽ ചെയ്യുന്ന രീതി അതല്ലെന്ന്. ആന്റി വാ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് നന്ദന. ഇരിക്കും മോളെ. ആന്റി, ഇന്നെന്തോ നല്ല വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അതിനെന്താ, കഴിക്കാം. കല്യാണി, കല്യാണി, കല്യാണി. അയ്യോ, മാഡം വിളിക്കുന്നല്ലോ. എന്റെ ദേവി, ചതിച്ചോ? മാഡം, നീ എന്താ ഉറക്കത്തിലായിരുന്നു? ഒരുപാട് വിളിച്ചല്ലോ ഞാൻ. നോൺസെൻസ്. ഞാൻ കേട്ടില്ലായിരുന്നു മാഡം. ഓ, തമ്പുരാട്ടി ഇപ്പൊ അങ്ങനെയൊന്നും വിളിച്ചാ കേക്കില്ലല്ലോ. അതെങ്ങനെയാ? ഉള്ളിൽ അടുക്കളക്കാരിയാണെന്നൊരു ബോധം ഉണ്ടായാലല്ലേ പേടിയും ഭയവും ഒക്കെ കാണൂ. ആവശ്യക്കാര് കിടന്ന് വിളിക്കട്ടെ, സൗകര്യമുള്ളപ്പോ പോവും.
അതാ ഇപ്പൊ ഇവളുടെ ഭാവം. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ അണിയാനുള്ള ഈ പരമ്പരാഗത ചെയിൻ നിന്റെ കഴുത്തിൽ വന്നപ്പം മുതലേ തുടങ്ങിയതാ ഈ മാറ്റം. നന്ദനെ, നിന്നോട് ഇവള് കാണിച്ചത് എന്താണെന്ന് നീ ചേച്ചിയോട് പറ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പലതും നീ സഹിക്കേണ്ടി വരും. നന്ദന, നിന്നോട് ഇവള് എന്ത് കാണിച്ചെന്നാ ഈ വിലാസിനെ എന്തായി പറയുന്നേ? അതൊന്നുമില്ല ആന്റി. അല്ല, നിന്റെ മുഖം കാണുമ്പോ അറിയാലോ നീ എന്തോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന്. കാര്യം പറയൂ. അത് വേറൊന്നുമല്ല ആന്റി. ഇന്നലെ കല്യാണിയോട് ഞാൻ എന്റെ മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞു. കല്യാണി ശ്രദ്ധിക്കാതെ ഫേഷ്യലിൽ എന്തോ മിക്സ് ചെയ്തപ്പോ എന്തൊക്കെയോ മാറിപ്പോയി. അതല്ലാതെ ബാക്കി കൂടി പറ നന്ദനെ, ചേച്ചി അറിയട്ടെ വാസ്തവം. അത് പിന്നെ ബ്ലീച്ച് ഇടാൻ വേണ്ടി ഫേസ് പാക്ക് എന്റെ മുഖത്ത് പുരട്ടിയിട്ട് കല്യാണി ഫോൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഫോണോ? അതെ ആന്റി. ഒരുപാട് നേരമായിട്ടും കല്യാണി മടങ്ങി വന്നില്ല. മുഖം നീറാനും തുടങ്ങി. അപ്പോഴാ ഈ വിലാസിനേന്റെയും ജയന്തിയും കൂടി വന്ന് ഫേസ് ക്രീമില് ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഭാഗ്യത്തിന് പെട്ടെന്ന് മുഖം ക്ലീൻ ചെയ്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. കല്യാണി, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ നിനക്ക് സംഭവിച്ചത്? നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേ അറിയാം നീ ബോധപൂർവം ചെയ്ത തെറ്റാണെന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നന്ദന ഈ തൃച്ചംബരത്തെ മരുമകളാ. എനിക്ക് തരുന്ന ബഹുമാനവും ആദരവും നീ അവൾക്കും കൊടുത്തിരിക്കണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി മാഡം. മറ്റുള്ള ജോലിക്കാർക്ക് ഒന്നുമില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഞാൻ നിനക്കിവിടെ തന്നിട്ടുണ്ട്. അത് നീ മിസ്യൂസ് ചെയ്യാൻ നോക്കരുത്. നീ തൃച്ചംബരത്ത് വെറുമൊരു വേലക്കാരി മാത്രമാ. അതെപ്പോഴും ഓർമ്മ വേണം നിനക്ക്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നല്ലൊരു ജോലിക്കാരി ആയിരിക്കുന്ന സമയത്തും മാത്രമേ നിനക്ക് തൃച്ചംബരത്ത് സ്ഥാനമുള്ളൂ എന്ന്. ശരി മാഡം. ശരി, എന്നാ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ചെല്ല്. ശരി മാഡം. നോക്കട്ടെ. ഈശ്വര, വലിയ കുഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചാലേ ആഹാരം കഴിക്കും. ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ദൈവമേ, ഇവിടുന്ന് പെട്ടെന്നൊന്ന് പോവാൻ പറ്റിയാൽ മതിയായിരുന്നു. മാഡം പറഞ്ഞതാ ശരി. ഞാനൊരിക്കലും എന്റെ നിലം മറന്ന് പെരുമാറാൻ പാടില്ല. വെറുതെ വേണ്ടാത്ത ഓരോരോ മോഹങ്ങൾ വളർത്തി വെച്ചാ അത് പിന്നെ വലിയ സങ്കടാവും. ഇനി വലിയ കുഞ്ഞിനെ വിളിക്കാതിരിക്കുന്ന നല്ലത്. അതെ, വിളിക്കണ്ട. കല്യാണി, ഇതുവരെ ഉറക്കം പോയില്ലേ? മാഡം ഇപ്പൊ വരും. നന്ദന മോളെ, കം. 啊。 ആ.
ആനന്ദ് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഫുഡ് കഴിച്ചോന്നറിയില്ല. വിളിച്ചു നോക്കാം. കല്യാണിയുടെ ഫോൺ പ്രതീക്ഷിച്ചപ്പോ അമ്മയുടെ ഫോണാണല്ലോ വന്നത്. ഹലോ അമ്മേ. ആനന്ദ്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ മോനെ? ഇല്ലമ്മേ, കഴിക്കണം. രാവിലെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്താ ആനന്ദ് ഇതുവരെ കഴിക്കാത്തത്? ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കഴിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? അതാണ് നിന്റെ ഒരു ദിവസത്തെ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ പോയി കഴിക്കാൻ നോക്ക്. അതമ്മേ, ഞാനൊരു പ്രധാനപ്പെട്ട കോളിന് വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട്. വാട്ട്? പ്രധാനപ്പെട്ട കോളിന് വെയിറ്റ് ചെയ്യുന്നോ? അതേതാ അത്ര പ്രധാനപ്പെട്ട കോള്? പട്ടിണി കിടന്ന് കാത്തിരിക്കാൻ തക്ക കോള് അതേതാണ് നിനക്ക് അവിടെ? ആരാ അത്ര വലിയ VVIP? ദേവി, അതെന്റെ കോളിനാണെന്ന് എനിക്കറിയാം. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. സിയാനന്ദ്, അതിന് എത്ര വലിയ കോളാണെങ്കിലും ശരി, വിളിക്കേണ്ട ആൾ എത്ര വലിയ VVIP ആണെങ്കിലും ശരി, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ ആഹാരം കഴിക്കാതെ കാത്തിരുന്ന് വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണെങ്കിലും അവരുടെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കണം. മനസ്സിലായോ? ഇനി നീ പോയി ആഹാരം കഴിക്കും. പെട്ടെന്നാവട്ടെ. ശരി അമ്മേ. പ്ലീസ് ടേക്ക് കെയർ ആനന്ദ്. ഞാൻ എന്നാ പിന്നെ വിളിക്കാം. ശരി അമ്മേ. കല്യാണി വാ, നമുക്ക് പോയി കഴിക്കാം. വേണ്ട സുജാതേച്ചി, വിശപ്പില്ല. സുജാതേച്ചി കഴിച്ചോ? ശരി. മൂന്ന് നേരവും നീ എന്നെ ഫോൺ ചെയ്ത് കഴിച്ചോ എന്ന് ചോദിച്ചാലേ ഞാൻ ആഹാരം കഴിക്കും. അതുവരെ വിശന്ന് കാത്തിരിക്കും. ഞാൻ വിളിച്ചില്ലെങ്കിൽ വലിയ കുഞ്ഞ് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കും. അത് പാടില്ല. എന്റെ വലിയ കുഞ്ഞ് ഞാൻ കാരണം പട്ടിണി കിടക്കരുത്. അത് സഹിക്കില്ല എനിക്ക്. നീ തൃച്ചംബരത്ത് വെറും ഒരു വേലക്കാരി മാത്രമാ. അതെപ്പോഴും ഓർമ്മ വേണം നിനക്ക്.